മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ബസ്സിൽ നിന്നും തള്ളിയിട്ട് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയ വയോധികൻ മരിച്ചു. കരുവന്നൂർ സ്വദേശി പവിത്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ രതീഷാണ് പവിത്രനെ മർദ്ദിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ സംഭവം? എന്തായിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ? സജിത്ത്, ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മർദ്ദനം ഏറ്റത് പവിത്രൻ എന്ന് പറയുന്ന 68-കാരനാണ് മർദ്ദനമേറ്റത്. ബസ്സിൽ കയറിയപ്പോൾ 500 രൂപയാണ് അദ്ദേഹം കൊടുത്തത്. അതിന് കൊടുത്ത ബാലൻസിന് ശേഷം ഉണ്ടായ ചില്ലറയെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് ശരിക്കും ഇങ്ങനെ ഒരു ദാരുണ അന്ത്യത്തിലേക്ക് കലാശിച്ചത് എന്ന് വേണം പറയാൻ. ചില്ലറയെ ചൊല്ലി അതിലെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു. അതേസമയം തന്നെ ഈ രതീഷ് അദ്ദേഹത്തെ ബസ്സിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു. തലയടിച്ചാണ് അദ്ദേഹം വീണത്. ആ വീണ ശേഷവും രതീഷ് അവിടെ ഇട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതേ തുടർന്ന് അദ്ദേഹം ഇത്രയും ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിദാരുണമായ ക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് അദ്ദേഹം ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടറാണ് ഈ പറഞ്ഞ ഊരകം സ്വദേശി രതീഷ്. രതീഷിനെതിരെ പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബസ് ഡ്രൈവർക്കെതിരെ, ഈ കണ്ടക്ടർക്കെതിരെ നേരത്തെയും ഇത്തരം ആക്ഷേപം ഉയർന്നിട്ടുണ്ടോ ആജ്ഞ? ഇത് ആദ്യത്തെ സംഭവമാണോ? കണ്ടക്ടറെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ചിട്ട് കണ്ടക്ടർ ഇത്തരത്തിൽ അക്രമാസക്തനാകുന്ന സ്വഭാവമുള്ള ആളുകളാണ്. മത്സരയോട്ടത്തിലൊക്കെ ബസ്സുകളോട് മറ്റ് ബസ് ഡ്രൈവർമാരോട് കൊമ്പ് കോർക്കുന്ന സ്വഭാവമുള്ള, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടാക്കിയിട്ടുണ്ട്, അത്തരം പ്രശ്നങ്ങൾ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഇദ്ദേഹം ഈ പവിത്രൻ എന്ന് പറയുന്ന ഈ വയോധികൻ താഴെ വീണ ശേഷം, അദ്ദേഹം തലയടിച്ചാണ് വീണത്. താഴെ വീണ ശേഷം പിന്നീട് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നിട്ടും അവിടെ ഇട്ട് വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതിലെ അതിക്രൂരമായ കൃത്യം എന്ന് പറയുന്നത്. അത് പിന്നീട് നാട്ടുകാർ ഇവരെ പിടിച്ചു മാറ്റുകയും പവിത്രനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ക്രൂരമായ ഒരു രംഗം കഴിഞ്ഞ ഏപ്രിൽ 2 അരങ്ങേറിയത് കൊണ്ടാണ് അതേപ്പറ്റി ആളുകളൊക്കെ ഇപ്പോഴും വളരെ കൃത്യമായി ഓർത്തിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതിൽ യാത്രക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ചെറിയ നിസ്സാര പൈസയെ പറ്റി തർക്കമുണ്ടാകുന്നു. തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് ബസ്സിൽ നിന്നും തള്ളിയിട്ട് തലയടിച്ച് വീഴുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ദിവസം ഏപ്രിൽ 2-ാം തീയതി മുതൽ കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചത്. അതാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.